നിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല ഇച്ചായി നിന്നെ കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്. അടുത്തത് ഇനിച്ചേട്ടൻ്റെ അവസാനാണ്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ആള് ഞാനാണ്. അടുത്ത ആസനം ഏതാ മോനെ? ബിജുക്കുട്ട ആസന. Good compliment for me. In fact, me, Kamala Hassan, Mammootty and Mohanlal also. കഴിഞ്ഞ ആഴ്ചത്തെ ആഘോഷ പരിപാടികൾ അവസാനിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിദ്ര മാട്രസ്, shawarammatrimony.com ആൻഡ് വിസ. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ 3 ഉത്സവ നടത്തിപ്പുകാരെ. ലെറ്റ്സ് വെൽക്കം ഗിന്നസ് പക്രുചേട്ടൻ, നമ്മുടെ കാര്യക്കാരൻ ടിനി ടോം, മലയാളത്തിന്റെ ചിരി ഉത്സവം ബിജുക്കുട്ടൻ. നമ്മുടെ വന്നേക്കുന്ന ഓഡിയൻസിനും വെൽക്കം. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിദ്ര മാട്രസ്, shawarammatrimony.com ആൻഡ് വി സ്റ്റാറിൽ അടുത്തത് മിമിക്രി കോമ്പറ്റീഷൻ. മിമിക്രി കോമ്പറ്റീഷനായിട്ട് 2 പേര് വരുന്നു, ഒരാണും ഒരു പെണ്ണും. ലെറ്റ്സ് വെൽക്കം ജസ്റ്റിൻ ആൻഡ് റീതു ബേബു. റീതു എവിടെയാണ്? ചാത്തനംകുളം, കൊല്ലം. കൊല്ലം ചാത്തനംകുളം. എന്ത് ചെയ്യുന്നു റീതു ഇപ്പൊ? ഞാൻ BA ഫസ്റ്റ് ഇയർ. ഏതൊക്കെയാണ് ലിസ്റ്റിലുള്ള ആൾക്കാർ? ആരൊക്കെയാണ്? എൻ്റെ ജാനകി അമ്മയുടെ പാട്ട്, ഓക്കെ, വാണി ജയറാമിന്റെ പാട്ട്, ഓക്കെ, പിന്നെ ദശാവതാരം എന്ന സിനിമയിലെ മുകുന്ദ മുകുന്ദ എന്ന സോങ്ങിനകത്ത് കമലഹാസനാണ് ആ പോർഷൻ പാടിയിട്ടുള്ള അമ്മുമ്മയുടെ സൗണ്ട് അല്ലേ? ആ പോർഷനും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ജസ്റ്റിൻ, വെൽക്കം ജസ്റ്റിൻ. ജസ്റ്റിൻ എവിടെന്നാ? ഞാൻ കോട്ടയം ജില്ലയിൽ പൊൻകുന്നം എന്ന സ്ഥലത്തു നിന്നാണ്. പൊൻകുന്നത്ത് അല്ലേ? പൊൻകുന്നത്ത് എന്താ അവിടെ ജോലിയാണോ അതോ? ഞാൻ ബഹ്റൈനിലായിരുന്നു കുറച്ച് നാള്. ഇപ്പൊ ക്യാൻസൽ ചെയ്ത് വന്നപ്പോ നാട്ടിൽ മിമിക്രി ആയിട്ട്. ആണോ? മിമിക്രി ഫുൾ ടൈം? തീർച്ചയായിട്ടും. വെരി ഗുഡ്. അപ്പൊ ജസ്റ്റിന്റെ ലിസ്റ്റിലുള്ള ആരൊക്കെയാണ്? ലിസ്റ്റിലുള്ളത് തട്ടിമുട്ടി സീരിയലിലെ അർജുനേട്ടൻ, ജയകുമാർ, പിന്നെ ലാലു അലക്സ്, പിന്നെ ജഗദീഷ് ശ്രീകുമാർ. ജഗദീഷ് ശ്രീകുമാർ. ഓ, ലവ്ലി ലിസ്റ്റ്. ഓക്കെ, ലേഡീസ് ഫസ്റ്റ്. നമ്പർ 5. ശരി, എനർജി ആയിട്ട് പറ. നമ്പർ 5. ഓക്കെ, ലെറ്റ്സ് ഓപ്പൺ നമ്പർ 5. പക്ഷേ കമലഹാസനാണ് ഈ പാട്ടിൽ, അതായത് ദശാവതാരത്തിലെ മുകുന്ദ മുകുന്ദ പാട്ടില് ആ ഒരു പോർഷൻ അമ്മുമ്മയിടയ്ക്ക് വേണ്ടിയിട്ട് പാടിയത് കമലഹാസൻ തന്നെയാണ്. അതൊന്ന് കേട്ടാലോ? കാണാമ്പട്ട പിള്ള ഏണോടേണം തവറുകളെ വാനത്തിലിരുന്ന് വന്നു കുടിപ്പാൻ சொன்னா கேளுங்க அசடுகளே வாடா வம்முடா அழகா வாடா ஒட்டனே வாடா வாடா கோவிந்த கோபாല. കമൽ സാറിൻ്റെത് ചേട്ടൻ ഇമിറ്റേറ്റ് ചെയ്യില്ലേ? കമൽ സാറ് ഈ ദശാവതാരത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് കേരളത്തിൽ വന്നപ്പോ ഒരു ഇന്റർവ്യൂല് അത് പ്രസന്റ് ചെയ്തത്. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാം. ഓക്കെ, നോർത്ത് ഇന്ത്യൻ ആക്ടേഴ്സും സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹോളിവുഡിലെ ലൂയി ബിനോവൽ എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്. 19 സ്ക്രിപ്റ്റ് എഴുതിയ ആളാണ്. അദ്ദേഹം പറഞ്ഞത്, ഇൻ നോർത്ത് വി ക്യാൻ സീ മാസ്ക്, but in south we can see the real faces. Naturally, it's a good compliment for me. In fact, me, Kamala Hassan, Mammootty and Mohanlal also. ബിജുട്ടാ അതിനെ പറ്റിയുള്ള കമന്റ് പറയും. അല്ല, വളരെ മനോഹരമായിരുന്നു. ബിജുക്കുട്ടന്റെ ഇന്റർവ്യൂ വോയിസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ബിജുക്കുട്ടന്റെ ഇന്റർവ്യൂ ആണ്. അപ്പൊ നോർത്ത് ഇന്ത്യൻ ആക്ടേഴ്സ് അല്ല, അത് ഞാൻ ചെയ്തുതരാം. ചോദിക്ക്. ഇപ്പൊ ചെയ്യുന്ന സിനിമ മിസ്റ്റർ ബിജുക്കുട്ടൻ, ഏതാണ് ഇപ്പോൾ താങ്കൾ ചെയ്യുന്ന സിനിമ? ഇപ്പൊ ഒരു ഹ്യൂമറിൽ പോകുന്ന സിനിമയാണ് അത്. നായകൻ ആദ്യം തന്നെ നായികയായിട്ടുള്ള ലവ്, അത് ഹ്യൂമറാണ്. അതിനുശേഷം നായകനെ വണ്ടി ഇടിക്കും, അങ്ങനെ മരിക്കും. അത് ഹ്യൂമറിലാണ് പോണത്. അല്ല, ഇപ്പൊ അവൻ ചിലപ്പോ തമാശ സിനിമയെ കുറിച്ചായിരിക്കും പറഞ്ഞത്, പക്ഷെ വടക്കം വീരാഗാഥനെ കുറിച്ച് പറഞ്ഞാലും പുള്ളി അങ്ങനെ പറയുള്ളൂ. മമ്മൂട്ടി ഒരു
മമ്മൂട്ടി ചന്തു എന്ന് പറഞ്ഞ ഒരു ചതിയനാണ്. അത് ഹൂമറിലാണ് പോണത്. അപ്പൊ അരിങ്ങോട്ടറായിട്ട് ഒരു യുദ്ധമൊക്കെ ഉണ്ട്. പിന്നെ ചതിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ലാസ്റ്റ് സ്വയം കുത്തിച്ചാവും. അത് ഹൂമറിലാണ്. അങ്ങനെ നമ്മളല്ലേ അവൻ പറയുമ്പോ ഹൂമർ എന്ന് പറയാം. അതല്ല പറഞ്ഞത്. അത് കണ്ടോ പുള്ളി കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ. എങ്ങനെയായിട്ടാ പറയാ? ഹ്യൂമർ. ഹ്യൂമർ. ഓക്കെ, പഠിച്ചു. അപ്പോ എന്തായാലും ഇപ്പുറത്തെ നമ്പർ കൊടുക്കാൻ പോവാണ്. രക്ഷപ്പെട്ടതാട്ടാ. ജസ്റ്റിൻ നമ്പർ 2. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2. ഭാഗ്യവാനെ ഫസ്റ്റ് ഇതിൽ തന്നെ 2 പേർക്കും അല്ലേ? ലക്കി ഗൈസ് 3. എന്റെ പൊന്നുമോളെ സൂസി, നിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല ഇച്ചായി നിന്നെ കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്. നിന്റെ അപ്പന്റെ സ്വത്തും മണവും കണ്ടേച്ചെന്നല്ലയാ. വന്ന സ്ഥിതിക്ക് ഒരു പാട്ട് പാടിയേച്ചും പോകാം. എന്റെ അടുത്ത് നിൽക്കുവാൻ യേശുണ്ട്, എല്ലാരും വരണേ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പോരുക മാളോരെ. നല്ല ചൊടിയുള്ള ലാലു ലക്ഷ്മി അല്ലേ? ഹോർമോൺ ഇഞ്ചക്ട് ചെയ്ത ലാലു ലക്ഷ്മി. നല്ല ചൊടി. ഓക്കെ, നെക്സ്റ്റ് നമ്പർ. നമ്പർ 8. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 8. MG ശ്രീമാൻ ഗായികയല്ലേ? അപ്പൊ ഇദ്ദേഹത്തിന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യണ്ടേ? ശ്രമിച്ചു നോക്കൂ. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? പേടിക്കണ്ട കേട്ടോ. നമുക്കില്ലാത്തതല്ലേ, ലിസ്റ്റിലൊന്നും ഇല്ലാത്തതല്ലേ? MG ശ്രീമാൻ ഇമിറ്റേറ്റ് ചെയ്യൂ. ചെറുതായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും. എന്നാൽ ചെറുതായിട്ടൊന്ന് കേൾക്കട്ടെ. സത്യം പറഞ്ഞാല് ഇവിടെ കോമഡി ഉത്സവത്തിൽ അന്ന് നിങ്ങളൊക്കെ കാണുമ്പോ എല്ലാവർക്കും ഒരു ഭയങ്കര കൂടി അപ്പുറത്തെ ആളുടെ ലിസ്റ്റ് എടുത്ത് ചെയ്തിട്ടുണ്ട്. ഗംഭീര ജസ്റ്റ് നമ്പർ പറയും. നമ്പർ 6. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. വിജയ് നോക്കാല്ലേ? ശ്രമിച്ചു നോക്കാം. ട്രൈ ചെയ്ത് നോക്കാം. அப்படி தானே பப்பு இல்லைன்னா ட்ரெயினில் பார்க்குறது பார்க்கும்போது இது சிரிக்குது இல்லைன்னா ஊது அழுகுது. வேற என்ன செஞ்ச நீ? கொஞ்சம் உப்புமாவு கூட வேணும்னு கேட்கலையே. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി കുഴപ്പമില്ല സനൂപേ. അല്ല, ജനിച്ചതാർക്ക് വേണ്ടി ഒന്നും ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ചെറിയ വല്ലതും കൊടുക്കുക. അതെ, കുഴപ്പമില്ല. നല്ല ട്രൈ, ഗുഡ് ട്രൈ. അതെ, കുഴപ്പമില്ല. ലാസ്റ്റ് നമ്പർ 12. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 12. പുള്ളിക്കാരുടെ ഫിഗറിനൊക്കെ ഓക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അല്ലേ? ആരോഗ്യമുണ്ട്. പിന്നെ കൊല്ലക്കാരിയാണ്. അല്ല, അതെ. ഒരു പാമ്പിനെ കിട്ടിയിരുന്നെങ്കിൽ ബെൽറ്റാക്കാമായിരുന്നു. എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ പേരിൽ ഞാൻ പറയുന്നു, തിരിഞ്ഞു പോകും. തിരിഞ്ഞു പോകാൻ. അങ്ങാടിയിലെ ഡയലോഗ്. സമാധാനമില്ലേ? ജയം ചെയ്തതിന് സമാധാനമില്ലേ? ഓക്കെ, നമ്പർ 14. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 14. അയ്യോ, ഇവിടെ കിട്ടേണ്ട സംഭവമാണ്. നമുക്ക് വരാം. വാണി അമ്മ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നമുക്ക് ട്രൈ ചെയ്തേ പറ്റുള്ളൂ. ഇളം കാറ്റിലാടി വരും ആ പാട്ടിന് ഈണത്തിന് കൊടുത്ത പണിയാണ്. ട്രൈ അല്ലേ നമുക്ക് വാണിയമ്മ അല്ലേ? വാനത്തെ മാറിക്കൂറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ, മാടത്തെ മാടക്കിടങ്ങൾ ഉറങ്ങാനാരോ വവം പാടിയുറക്കാൻ ഇല്ലില്ലെന്നമ്മയൻ പൊന്നേ, ചാരത്തെ നോവു താരാട്ടിൽ നീ ഉറങ്ങാനാരോ മാമൂട്ടാനിങ്കും കൊണ്ട് മാറു ചുരന്നെ ചെല്ലപ്പുള്ള നെഞ്ചോരം പാടിയുറക്കാൻ ഉള്ളം കരഞ്ഞേ ചെല്ലപ്പുള്ള. അല്ല, കേട്ട് മതിയായില്ല. ബാക്കി കൂടി പാടിക്കണമായിരുന്നു അല്ലേ? നമുക്ക് സമയം ലിമിറ്റഡ് ആണ്, അതാണ് പ്രശ്നം. പേടിക്കണ്ട, ടിനിച്ചേട്ടൻ വന്നാൽ നമുക്ക് പാടിക്കാലോ. ഓക്കെ. നമുക്ക് എല്ലാവർക്കും സ്വാഗതം. ടിനിച്ചേട്ടാ പ്ലീസ് കം.
അപ്പോ ഇനി ലിസ്റ്റില് 2 പേരും കൂടിയുണ്ട്. ആരൊക്കെയാണ്? ജാനകി അമ്മയും കമലഹാസന്റെ അത് കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി ഒരൊറ്റ ഒരാള് ജാനകി അമ്മയുടെ സൗണ്ട് കൂടി കേട്ടിട്ട് വരാം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പാട്ട് പഠിക്കുന്നതിന്റെ ഒരു അല്ലേ സ്ഥാനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ അല്ലേ പാട്ട് പഠിക്കുന്നുണ്ട് അല്ലേ? മ്യൂസിക് ആണ് BA. വോയിസ് പെർഫെക്റ്റ് ആണ്. പിന്നെ ജാനകി അമ്മയുടെ നമുക്ക് ജസ്റ്റിനിലോട്ട് പോകാം. ജസ്റ്റിനെ ഇനി ലിസ്റ്റില് ഇനി 2 പേര് തട്ടിമുട്ടി സീരിയലിലെ അർജുനേട്ടൻ പിന്നെ ജഗതി ശ്രീകുമാർ. ഓക്കെ. അപ്പൊ ആദ്യം തട്ടിമുട്ടി സീരിയൽ മോഹനവല്ലി അല്ലേ? അതെ അതെ. മോഹനവല്ലി മോഹനവല്ലി അമ്മ ഞാനൊരു കവിത ചൊല്ലട്ടെ അമ്മേ, നല്ലതല്ലേ അമ്മ? അമ്മയുടെ ഫോട്ടോ വെക്കാന്ന് പറഞ്ഞ അർജന്റീനയുടെ ഫ്ലെക്സിന്റെ താഴെ 1500 രൂപ വേണമെന്ന കമലാസനം പറഞ്ഞു. നല്ലതല്ലേ അമ്മേ? അമ്മ മെസ്സി അല്ലേ അമ്മേ? മെസ്സി എന്നാ പറഞ്ഞാലും കന്നുകാലിയുടെ മോന്ത അമ്മയ്ക്ക്. മോഹനവല്ലി വേണ്ട, അമ്മയാ നല്ലത്. നന്നായിരുന്നു അല്ലേ? അയ്യോ സൂപ്പറായിരുന്നു. കാരണം ഓരോ അക്ഷരങ്ങളും കറക്റ്റ് ആയിരുന്നു. അതാണ് അടുത്ത് ജഗതി ശ്രീകുമാറിലേക്ക് കിടക്കും. ഓക്കെ. ഓർമ്മയുടെ കുടുകുടാരങ്ങളിൽ ചകിട പകിട കളിയിൽ അമ്മാനമാടി പഞ്ചപാണ്ഡവരുടെ നെഞ്ചകത്തെ ചഞ്ചലിപ്പിച്ച പഞ്ചരക്തത്തിന്റെ താഴെ പാചാലി നിന്റെ മൃദുല മനോഹര വേദിയിൽ കൊടഞ്ഞു തൂക്കിക്കിടക്കാൻ ദാഹമാകുന്നു പ്രിയേ. രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ, നീ പോകു വഴിയെല്ലാം ഈ ചെയ്തവരും കൂടെ. നല്ല മൂടല്ലേ? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ലിസ്റ്റിൽ ഇല്ലാത്തത്? വേറെ ഉണ്ടോ ലിസ്റ്റ് ഇല്ലാത്ത ലക്ഷണം കണ്ടിട്ട് ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട്, പൊൻകുന്നം ബാബുവാനണി സാർ. പൊൻകുന്നത്തല്ലേ? അതെ അതെ. അദ്ദേഹത്തിന്റെ നാടോടി എന്ന സിനിമയിലെ ചെറിയൊരു വോയിസ്. ഓക്കെ. പണം, അതിന് പിന്നാലെ ഒരു കുതിരയെ പോലെ നാം പായണം. ആരും എത്താത്ത അത്രയേറെ വേഗതയിൽ ജീവിതകാലം മുഴുവൻ നിന്റെ കാൽ കീഴിൽ ഒരു വളർത്തതായ പോലെ കിടക്കാമെന്ന് ഞാൻ വാഗ്ദാനമൊന്നും തന്നിട്ടില്ലല്ലോ. സോ യു ക്യാൻ ഗോ. ഒരെണ്ണം കൂടി ചോദിച്ചാലോ? ഇനി എല്ലാരും ജീവിക്കാൻ വന്നാണ് കേട്ടാ. എന്തായാലും ഉറപ്പാണല്ലേ? ജനാർദ്ദനൻ ചേട്ടന്റെ ശബ്ദം. എടാ കൊച്ചു തമ്പി, നീ എനിക്ക് വെറും കൊച്ചു തുമ്പിയെ. നിന്റെ വാലിന്റെ ധൂലിയിട്ടിട്ട് നിന്നെ കൊണ്ട് ഞാൻ തല്ലി തല്ലി കല്ലെടുപ്പിക്കും. എടാ എന്തോ അടിച്ചൊടുകിടാ അവന്റെ കാല്. നമ്മള് യഥാർത്ഥത്തില് ലിസ്റ്റ് കുറച്ചതാണ്, 3 ആക്കിയതാണ്. അപ്പൊ 5 10 ആയിട്ടൊക്കെ വീണ്ടും വരുന്നത്. അപ്പൊ ഇനി ചേട്ടന് കൈ പിടിച്ചു തരാൻ പോകും. രണ്ടുപേരും ഗംഭീരമായിട്ട് ചെയ്തില്ലേ ഏട്ടാ? പിന്നെ രണ്ടുപേരും ഗംഭീരമായിട്ട് ചെയ്തില്ലേ? എല്ലാരും നല്ല കൈയടി. മലയാള സിനിമയിലേക്ക്, കേരളത്തിൽ ഒരുപാട് സ്റ്റേജുകളിലേക്ക് എവരെ ഈസി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിദ്ര മാട്രസ്, chavaramatrimony.com ആൻഡ് വി സ്റ്റാറിൽ അടുത്തത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. പക്ഷെ ഇത്തവണ മിമിക്രി അല്ല, യോഗ. യോഗയായിട്ട് വരാൻ പോകുന്ന രാഹുലിന്റെ അടുത്ത് ചോദിച്ചാൽ അറിയുള്ളൂ. എനിക്ക് ഒരു ഐഡിയ ഇല്ല, സത്യമായിട്ട് അറിഞ്ഞൂടാ. മിമിക്രിയും യോഗയായിട്ടുള്ള ബന്ധം പോലും എനിക്കറിയാം. യോഗയുമായിട്ട് തന്നെ എനിക്കൊരു ബന്ധമില്ല. വരുന്നത് ആരാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ. കോഴിക്കോടിന്റെ നാട്ടിൻപുറങ്ങളിൽ ചെറുവേദികളിൽ ശബ്ദാനുകരണത്തിന്റെ പുതുസ്വരമായി തിളങ്ങി നിന്ന കലാകാരൻ രാഹുൽ നാരകത്ത്. പിന്നീട് ജനസമുദ്രങ്ങൾ അലയടിച്ച മിമിക്രി വേദികളിൽ ചിരിയുടെ നിറപ്പകിട്ട് ചാർത്തി പ്രേക്ഷക ലക്ഷങ്ങളുടെ കയ്യടികൾ ഏറ്റുവാങ്ങി ഈ ഹാസ്യപ്രതിഭ. 6ാം ക്ലാസ് മുതൽ മിമിക്രിയെ കൂടെ കൂട്ടിയ രാഹുൽ നാരകത്ത് ഇന്ന് ശബ്ദാനുകരണ കലയിൽ പുതിയ പരീക്ഷണങ്ങളുമായി വേദികൾ കീഴടക്കുന്നു. പ്രൈവറ്റ് ടെലികോം കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന രാഹുൽ നാരകത്ത് കലാവേദികളുടെ അഭിമാന നക്ഷത്രം. ചിരിയുടെ സുവർണ നിമിഷങ്ങൾ ഒരുക്കുന്ന ഈ ഉത്സവവേദിയിൽ രാഹുൽ നാരകത്തിനെ സ്വാഗതം ചെയ്യുന്നു.
ബിജുചേട്ടൻ മനസ്സിലായില്ലേ? ബിജുചേട്ടൻ അറിഞ്ഞൂടെ വിനീത് ശ്രീനിവാസനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് അറിയാം. ആ കറക്റ്റ് രൂപം ബിജുചേട്ടനും ഉണ്ടായിരുന്നു അല്ലേ അന്ന്? ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇന്നെന്താ യോഗ? യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യോഗയിലൂടെ നമുക്ക് മിമിക്രി താരങ്ങളുടെയും സിനിമാ താരങ്ങളുടെയും ഒക്കെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അത് ശരി. നമ്മൾ യോഗ ചെയ്യുമ്പോൾ ഓരോ ശരീരഭാഗങ്ങളിൽ നമ്മൾ പ്രഷർ കൊടുത്തിട്ടൊക്കെയാണല്ലോ ചെയ്യുക, എങ്ങനെയൊക്കെ നിന്ന് ഇങ്ങനെയൊക്കെ നിന്ന്. അപ്പൊ ആ ഒരു ഓരോ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ താരങ്ങളുടെ ശബ്ദം നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ബോഡി ഒന്ന് വാമപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ വാമപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു താരത്തിന്റെ ശബ്ദം കിട്ടും. നമ്മൾ ശ്രീകണ്ഠൻ നായർ സാറിന്റെ സൗണ്ടാണ് വാമപ്പ് ചെയ്യുമ്പോൾ കിട്ടുക. അതായത് വാമപ്പ് ചെയ്യുമ്പോൾ ആ ആക്ഷൻ ശ്രീകണ്ഠൻ നായർ സാറിന്റെ കിട്ടും. ശബ്ദം കിട്ടണമെങ്കിൽ ഒരു ടവൽ കൊണ്ട് നമ്മൾ കഴുത്തിൽ കെട്ടി ടവലുണ്ടാ കഴുത്തിൽ കെട്ടി തന്നാ മതിയോ? അപ്പൊ വാമപ്പ് ചെയ്യണല്ലേ? വാമപ്പ് ചെയ്യാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും കോമഡി ഉത്സവത്തിന്റെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം. കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യോഗയിലൂടെ എങ്ങനെ സിനിമാ താരങ്ങളുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പ്രശസ്ത യോഗ വിദഗ്ധനായ യോഗീന്ദ്രൻ മാസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. യോഗീന്ദ്രൻ മാസ്റ്ററുടെ വിവിധ തരം യോഗാസന മുറകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. എല്ലാവർക്കും സ്വാഗതം. ആ ടവല് പിടിച്ചിരുന്നത് ശ്രീകണ്ഠൻ സാർ ആയിരുന്നെങ്കിൽ മുറുക്കിയേനെ. ഇനി നമുക്ക് യോഗാസനത്തിലേക്ക് കടക്കാം. അപ്പൊ ആദ്യത്തെ യോഗാസനം എന്ന് പറയുന്നത് കൊച്ചിൻ ഹനീഫാസനാണ്. അപ്പൊ കൊച്ചിൻ ഹനീഫാസനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തറയിൽ ഇങ്ങനെ നേരപ്പായിട്ട് കിടന്നിട്ട് കൈകൾ ഭൂമിയോട് തിരശ്ശീലമായിട്ട് വെക്കുക. എന്നിട്ട് മിമിക്രി ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മീശമാധവൻ എന്ന ചിത്രത്തിൽ ജഗതി ചേട്ടൻ പറയുന്നുണ്ടല്ലോ, പുരുഷന്റെ അനുഗ്രഹിക്കണം നല്ല ചേർന്ന് ആ ഒരു പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കൊച്ചിൻ ഹനീഫാസനം ചെയ്യാൻ പറ്റും. ചേട്ടൻ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ. ആസനം കണ്ടോ, പഠിച്ചോളോ. ഇങ്ങനെ നമ്മൾ നിന്നതിന് ശേഷം ഇങ്ങനെ നിന്നിട്ട് ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ പത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ശബ്ദം കിട്ടും. നമുക്ക് ഡയലോഗ് പറയാം. കേട്ടപ്പിള്ളച്ചാ, ഈ അടിവയറ്റിന്റെ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് മൂത്രപർവം. പണ്ട് മാമ്പളിക്കളത്തത് ഒരു പറ്റൂരിൽ കണ്ടോടെ മാധവരെ ആ മാറാത്ത വളവിലിട്ട് ഞാൻ ഓടിച്ചിട്ട് പിടിച്ച് അന്നവർ ഇതുപോലെ മൂത്രണ്ടാക്കിട്ടാ കടന്നുള്ളത്. ഷോ പിട്ട് മൂത്രമൊഴിക്കാനങ്ങോട്ടിരുന്ന കാറ്റ് കൊണ്ട് തണുക്കുമ്പോ രണ്ടിട്ട് പോയാലായി. നമുക്ക് അടുത്ത യോഗാസനത്തിലേക്ക് കിടക്കാം. അടുത്തത് ശ്രീനിവാസാസനമാണ്. ശ്രീനിവാസാസനം. ശ്രീനിവാസാസനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തറയിൽ ഇങ്ങനെ, ഞാൻ പറയാം, തറയിൽ ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മൾ കാലിങ്ങനെ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എത്തിപ്പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശ്രീനിവാസൻ ചേട്ടന്റെ സൗണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വരും. ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ കാലിങ്ങനെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോ നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കിളിച്ചുണ്ടൻ മാമ്പഴ എന്ന ചിത്രത്തിൽ അദ്ദേഹം ഒരു ഹാജിയാറായിട്ട് വേഷം കിട്ടില്ല. ആ ഒരു സൗണ്ടാണ് കറക്റ്റായിട്ട് കിട്ടുക. അവന എന്തൊന്നും ഉണ്ടാത്ത് നാണാണ് അന്റെ ബക്കോ നാണൊക്കെ മൊയ്തൂട്ടിക്കൊന്നും മാറ്റുണ്ട്. നേര് പറയട്ടെ മുത്തേ, അന്നെ പോലത്തെ ഒരു പൂവൻ ഭയത്തിനെ ഞമ്മക്ക് വീടായി കിട്ടുമെന്ന് ഒട്ടും വിചാരിച്ചല്ല. അന്നങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞമ്മക്കൊരു സിനിമാപ്പാട്ട് ഓർമ്മ വരികയാണ്. രമേശാനിലെ ചന്ദ്രികയോ അറവിപ്പങ്കോടെ അഴകിൻ പൂമ്പോടെ ആരജ് ആരജ് ആരജ്. ശ്രീനിവാസാസനം എങ്ങനെയുണ്ടായിരുന്നു? ശ്രീനിവാസാസനം ഒന്നും പറയാനില്ലേ, അസലായി. അടുത്ത ആസനം. അടുത്തത് ടിനിച്ചേട്ടന്റെ ആസനാണ്. അല്ല, എനിക്ക് പൊതുവെ കുറവാന്നാണ് പറയുന്നത് എല്ലാവരും. പക്ഷെ അത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ആള് ഞാനാണ്. ഇതില് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളെല്ലാവരും ശ്രദ്ധയ്ക്ക് നമ്മൾ യോഗാസനമാണ് പറയുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആസനമല്ല. സബ്ജക്റ്റ് വിട്ടുപോയി. അപ്പൊ ടിനി ടോം ആസനം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കാലുകൾ ഇങ്ങനെ വെച്ചിട്ട് പത്മാസനത്തിലിരിക്കുക. പത്മാസനത്തിൽ ഇരുന്നതിന് ശേഷം ശ്വാസം നമ്മൾ അകത്തേക്ക് എടുത്തിട്ട് ടിനിച്ചേട്ടന്റെ ആ രൂപം മനസ്സിലൊന്ന് ധ്യാനിക്കുക. അപ്പൊ പുറത്തേക്ക് പോകും. ആ രൂപം ധ്യാനിച്ച ഒരു മന്ത്രമുണ്ട്. മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ എന്ന് പറഞ്ഞൊരു മന്ത്രമാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. ഒരു പ്രത്യേക പൊസിഷനിൽ നമ്മൾ ശ്വാസം വിട്ട് തല ഇങ്ങനെ താഴ്ത്തി വരുമ്പോൾ ഒരു പ്രത്യേക പൊസിഷനിൽ എത്തുമ്പോൾ ആ സൗണ്ട് കറക്റ്റ് ആവും. അവിടെ നമ്മൾ ലോക്ക് ചെയ്യാം. നമ്മളി മലയാളികള്
നമ്മൾ ഈ മലയാളികളാണ് ഈ 5 സ്വരസ്ഥാനങ്ങൾ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് മിമിക്രി പറയുന്ന ആളുകൾ. ഈ 5 സ്വരസ്ഥാനങ്ങൾ ഏതാണെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ആദ്യത്തെ സ്വരസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ഈ മൂക്കുകൊണ്ട് ശബ്ദം ഉണ്ടാക്കില്ലേ, അത് നമ്മൾ മൂക്കി എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഈ പല്ലുകൊണ്ട് ശബ്ദം ഉണ്ടാക്കും, അതിന് നമ്മൾ പല്ലി എന്ന് പറയുന്നുണ്ട്. പിന്നെ ചുണ്ടുകൊണ്ട് ശബ്ദം ഉണ്ടാക്കുന്നതിന് നമ്മൾ ചുണ്ടി എന്ന് പറയുന്നു. പിന്നെ ഈ തൊണ്ട കൊണ്ട് നമ്മൾ ശബ്ദം ഉണ്ടാക്കും, അതിന് നമ്മൾ തൊണ്ടി എന്ന് പറയും. പിന്നെ ഈ 5ാമത്തെ ഒരു സ്വരസ്ഥാനം ഉണ്ട്, അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ ബോറായി പോയി, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. മനസ്സിലായില്ല ടിനി ടോം ഇത്ര ഉള്ളു. അടുത്ത ആസനത്തിൽ എല്ലാവരും തയ്യാറാണോ? അതെ പിന്നെ അല്ലേ? അടുത്ത ആസനം ഏതാ മോനെ? അടുത്തത് ബിജുക്കുട്ടാസനം. ഹാപ്പി അല്ലേ? ഇത് കഴിയട്ടെ, എന്നിട്ട് ഞാൻ തുടങ്ങാം. ഇതാണ് പഠിക്കേണ്ടത്. അതൊരു വല്ലാത്തൊരു ആസനാണ്. വല്ലാത്ത. അപ്പൊ അത് നമ്മൾ ശീർഷാസനത്തിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അയ്യോ ആണോ? തല കുത്തി നിന്ന്. ഇതുപോലെ ലോക്കലല്ല, അത് ശീർഷാസനത്തിൽ നിന്ന് ചെയ്തു കഴിഞ്ഞാല് അത് ഏതൊരാളാണെങ്കിൽ ബിജുക്കൂട്ടിന്റെ ശബ്ദം വരുള്ളൂ. അത് ഞാൻ എങ്ങനെയൊന്ന് കാണിച്ചു തരാം. കാരണം ഇവന്റെ കയ്യിലിരിപ്പിനും മിക്കവരും തല കുഴക്കി ഓരോ പരിപാടി കഴിയുമ്പോഴും ഈ ശീർഷാസനത്തിൽ പുള്ളി നിർത്തും. ലാസ്റ്റ് സമസ്താപരാധം പറഞ്ഞിട്ടാണ് വിടുന്നത്. ഓക്കെ, നോക്കിക്കോ എല്ലാരും. ബിജുക്കുട്ടാസനം. കണ്ടില്ലേ, ഈ ഒരു പോസ്റ്ററിൽ വന്നു കഴിഞ്ഞാൽ ആരാണെങ്കിലും ബിജുക്കുട്ടാസനം ചെയ്തു. ഇനി നമുക്ക് ഡയലോഗ് പറയാം. ഈശ്വരന്മാര് വെള്ളം തരുന്നു, പെങ്ങളെ ഒന്ന് പറഞ്ഞ് ഒന്ന് നല്ല അനുസരണ പിള്ളേരാ, ഒരൊറ്റ പോലും വെറുതെ പോയില്ല. ഒക്കെ തലക്ക് തന്നെ ഉണ്ട്. മാറാമലെ കയറി മാറ്റിപ്പോ കരിവണ്ടതാക്കി. തലേ 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 കൊല്ലല്ലേ. ഇതിലും വലിയൊരു ആസനം ലോകത്തിനുണ്ടോ? ശരിക്കും ഇത് നടന്നിട്ടുള്ളതാണ്. ഡയലോഗ് ഒന്ന് മാറ്റി പറഞ്ഞാൽ മതി. ഇനി മേനി ഇവിടെ പരിപാടിക്ക് വരൂല. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, അതായത് ആരും പരീക്ഷിക്കാത്ത മേഖലയിലേക്ക് നിങ്ങൾ സഞ്ചരിച്ചു എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു ഈ കോമഡി ഉത്സവത്തിൽ നടന്ന, സ്റ്റാർ ഇമിറ്റേഷനിൽ നടന്ന ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം യോഗാസനത്തിലൊക്കെ എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ശരിക്കും യോഗ പഠിച്ചിട്ടുണ്ടല്ലേ? യോഗ അല്ല, ഞാൻ പണ്ട് ഒരു യോഗമാണ്. രാഹുലെ, എനിക്ക് ആ വിനീത് ശ്രീനിവാസിന്റെ ശബ്ദം കൂടി കേട്ടിട്ട് പോവാം. കാരണം അത് ഭയങ്കര പെർഫെക്ഷൻ ആണ്. അതൊന്നും കൂടി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. മിഥുനെ, നമ്മൾ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല മിഥുന്. അത് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു ഡെഡിക്കേഷൻ വേണം, പിന്നെ നല്ലൊരു മൈൻഡ് വേണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ആൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഡയറക്ഷൻ പറ്റുള്ളൂ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ കൂട്ടുകാർ എൻ്റെ അടുത്തേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എൻ്റെ കൂട്ടുകാരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്കും ഇതേപോലെയൊക്കെ ആവാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. പെർഫോമൻസിനെ കുറിച്ച് ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. കാരണം ഈ ഫ്ലോർ മുഴുവൻ നല്ല ചിരിയും നല്ല കയ്യടിയായിരുന്നു. താങ്ക് യു. നമ്മൾ എന്താ പറയുക, ചില സ്റ്റാറുകളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ആ ശബ്ദത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് നന്നാവുമ്പോൾ കൈയടിക്കുക എന്നുള്ളതാണ്. ഇവിടെ ശബ്ദം ശ്രദ്ധിക്കാനേ തോന്നുന്നു. കാരണം ഞങ്ങൾ ചിരിയോട് ചിരിയായിരുന്നു. ചിരിക്കാനുള്ള വക തരുന്ന തരത്തിൽ ഹ്യൂമറിൻ്റെ രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ടിനി പറഞ്ഞ പോലെ നമ്മുടെ ശാസ്ത്രജ്ഞൻ പറഞ്ഞല്ലോ, ഇന്നോവേറ്റീവ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ഈ രംഗത്തെ ഗവേഷകനായിട്ട് അങ്ങനെ അങ്ങോട്ട് വിലസുക. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റു താരങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ 2 ആസനങ്ങളാണ് ഞാൻ. അപ്പൊ ഇത് പരീക്ഷിക്കാൻ ഞാൻ അത്ര വരെ പോയില്ല. അല്ല, അതുകൊണ്ടല്ല, സൂക്ഷ്മാണുക്കളെ വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണണം. സൂക്ഷ്മാസനമാണോ? അല്ല, അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ശാസ്ത്രജ്ഞന്മാരാണ്. അല്ല, അതില് വളരെ സൂക്ഷ്മ നിരീക്ഷണം നടത്തേണ്ടത് തേരട്ട, പാറ്റ പോലുള്ള ചെറിയ ജീവികളിൽ പോയി കണ്ടെത്തുക. അപ്പൊ എന്തായാലും ഗംഭീരമായി ഇതുപോലെ പുതിയ പുതിയ കണ്ടെത്തലുകളുമായിട്ട് വരിക. താങ്ക് യു സർ. ആശംസകൾ. രാഹുലേ, എല്ലാ ആസനങ്ങളും
വളരെ മനോഹരമായിരുന്നു. പ്രത്യേകിച്ച് ആ ശീർഷാസനം. അതെ അതെ, എനിക്കെല്ലാം സന്തോഷം വെച്ചാൽ ടിനി ടോമിന് നല്ലൊരു ഐറ്റം കിട്ടി. അതാ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല, പണിയെടുക്കണം, തലൂത്തിയൊക്കെ ബുദ്ധിമുട്ടില്ല, പണിയെടുക്കണം. വിനീതിന്റെ കറക്റ്റ് ആയിരുന്നു കേട്ടോ, ഭയങ്കര ലൈവായിട്ട് അടിപൊളിയായിരുന്നു. അത് ആ പറയുന്ന ഡയലോഗ്സ് ഒക്കെ കറക്റ്റ് പുള്ളിക്കാരൻ പറയണ. കാരണം എനിക്ക് നല്ല കൂട്ടുകാരുണ്ട്, നല്ല ബന്ധങ്ങളുണ്ട്, അതൊക്കെ കറക്റ്റ് ആയിരുന്നു. ഇതിന്റെ ആസനങ്ങൾ പറയാനില്ല. ഓക്കെ, അപ്പോ ഗംഭീരമായി രാഹുലിന് വേണ്ടി എല്ലാവരും നല്ലൊരു കയറി. ഇനി ഒരുപാട് പുതുമകളുമായിട്ട് തിരിച്ചു വരണം കേട്ടോ രാഹുൽ. താങ്ക്സ് ലോട്ട് കേട്ടോ. ബൈ. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിദ്ര മാട്രസ്, ചാവറ മാട്രിമണി.com ആൻഡ് വി സ്റ്റാറിൽ അടുത്തത് നമുക്കൊരു ഭയങ്കര വലിയൊരു മൊമെന്റ് ആണ് പ്രസന്റ് ചെയ്യാൻ പോണത്. ഇപ്പോ മിമിക്സ് പരേഡ് നിങ്ങൾ കാണാറുണ്ടോ? മിമിക്രി ഒരുപാട് വേദികളിൽ അവതരിപ്പിക്കാറുണ്ട്. മിമിക്രി ഇന്നും സജീവമായി എല്ലായിടത്തെയും എല്ലാവരുടെയും ഇഷ്ട വിഭവമാണ്, യാതൊരു സംശയമില്ല. പക്ഷേ പണ്ട് ഒരേ യൂണിഫോം ഇട്ട് പണ്ട് കലാഭവനിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ജുബയും പാൻറ്റും ഒക്കെ ഇട്ട് വന്ന് നിരന്ന് നിന്നുള്ള മിമിക്സ് പരേഡ് ഇപ്പൊ കാണാറുണ്ടോ? ഉണ്ടോ? അതൊരു വെറൈറ്റിക്ക് അവതരിപ്പിക്കും. കണ്ടിട്ട് ഞാൻ കുറെ നാളായത്. അതിൽ അമ്മയുടെ ഷോ ഒക്കെ വരുമ്പോ ഇപ്പൊ നിങ്ങൾ പഴയ ആൾക്കാരെല്ലാരും കൂടി ചേർന്നിട്ട്, നമ്മള് പഴയൊന്നുമല്ല, ഞാൻ പുതിയ തന്നെയാണ്. ആ പഴയ ആൾക്കാർ ജയറാമേട്ടൻ, നവാസ്, കോട്ടയം നസീർ, അങ്ങനെ ഉള്ള മിമിക്രി ആൾക്കാർ ഒരുമിച്ച് ജുബിട്ടിട്ട് അതൊരു നൊസ്റ്റാൾജിയ ക്രിയേറ്റ് ചെയ്യാനല്ലേ. പക്ഷെ ആദ്യം അവസാനം വരെ ജുബ് ഇടാറില്ല എന്തായാലും. അല്ലേ? ഇപ്പൊ എല്ലാം ലൈറ്റും അതുപോലെ കട്ടൗട്ടറൊക്കെ വെച്ചുള്ള കളിയാണ്. മാത്രമല്ല ഇപ്പം കാലം മാറി, അതിനനുസരിച്ചാണ് എല്ലാവരും കോലം കെട്ടി ആണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇനി ഈ കാലഘട്ടത്തിന് 2017 എന്നും പറഞ്ഞാൽ പോരാ, 2018 അടുത്ത മിമിക്രി അവതരിപ്പിക്കാൻ പോവാണ്. ഇവിടെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് പെർഫോമൻസസ് നടത്തിയിട്ടുള്ള 5 ചെറുപ്പക്കാരെ ഒന്നിച്ചു ചേർന്ന് ഒരു പുതിയ ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. കോമഡി ഉത്സവം is proud to present Blue Jays. എല്ലാം നമ്മുടെ ടീമുകൾ തന്നെയാണ്. പക്ഷേ എല്ലാവരും ഇനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നതിന് ഈ സ്റ്റേജ് വിട്ടുകൊടുക്കാൻ പോവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മിമിക്സ് പരേഡിന്റെ ഏറ്റവും അത്യാധുനിക രൂപം. നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാവും, ബട്ട് ഇൻ എ ന്യൂ ഫോർമാറ്റ്. ന്യൂജൻ മിമിക്സ് പരേഡ്. എക്സാക്ട്ലി. ഈ ട്രൂപ്പിന് നമ്മൾ ഇട്ടേക്കുന്ന പേര് ബ്ലൂ ജേസ് എന്നാണ്. അതെന്താണത്? അത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പക്ഷിയാണ് ബ്ലൂ ജേ എന്ന് പറയുന്നത്. അപ്പൊ ബ്ലൂ ജേസിനെ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ അംഗീകരിക്കുക, എവർക്ക് വേണ്ടി വേദികൾ ഉണ്ടാക്കുക. റെഡി? യെസ്. ഞാൻ വിടുക, നിങ്ങൾ ഏറ്റെടുത്തു കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് എല്ലാവരും. കോമഡി ഉത്സവം ചെയ്യും വൈഷ്ണവ് ആദരവ് ശ്രീറാം ആദരവ്. Welcome to Discovery Channel. നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നത്? ഇത് കേരളക്കരാകെ മൊത്തം കാണുന്ന ഒരു മെഗാ ഷോയാണ്. അതുകൊണ്ട് മലയാളികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാണിക്കുക. ചേട്ടാ ചേട്ടാ ചൂടാല്ല ചേട്ടാ, ഒരവസരം കൂടെ തന്നെ ഞാൻ പൊരിക്കും ഞങ്ങള്. ചേട്ടാ തുടങ്ങല്ലേ? ആയിക്കോട്ടെ. എവറി മിൽക്ക് ഔട്ട് ടു ഡിസ്കവറി ചാനൽ. പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി
ചേട്ടൻ ബൈക്ക് ഓടിക്കാൻ അറിയോ? മരണക്കിണറിലെ ബൈക്ക് ഓടിക്കാൻ അറിയോ? മരണക്കിണറിലെ ബൈക്ക് നോക്കാം. ഞാൻ ഞങ്ങന്നല്ലേ ഓടിച്ചെന്നു. എപ്പോഴും ഓർമ്മ വന്നപ്പോ ബംഗാളി ചെറുക്കൻ്റെ കയ്യെ പിടിച്ച് ചോദിക്കുക, ഭയ്യാന്നാ രൂപ വന്നിരുന്നേ, എനിക്കിത് വല്ലതും വരുമായിരുന്നു. അത് പറഞ്ഞ എന്നോട് ചോദിക്കാതെ ബംഗാളി പയ്യന്റെ ബൈക്ക് എടുത്തോണ്ട് പോയടാവേ. ബേബിച്ചാണ് ഞെട്ടിച്ചറിഞ്ഞല്ലോടാവേ. വെൽക്കം ബാക്ക് ടു വേൾഡ് വൈഡ് ഫോർമുല റേസ് സീസൺ 2. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 166-74 ഉടൻ തന്നെ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്നതാണ്. അയ്യോ, ചപ്പാത്തി കോഴിക്കറി നല്ല ബെസ്റ്റ് കോമ്പിനേഷനാ, പ്രത്യേകിച്ച് ഈ രാത്രി യാത്രയ്ക്ക്. കുട്ടിക്കെടുത്തോളൂ, ഇനി ഉണ്ടാവില്ല. അതെ, ഇനി കളിയില്ലാത്തൊരു കാര്യം പറയാം. ടെസാർ പൂരം കണ്ടല്ലേ വരാൻ പറ. പൂരപ്പറമ്പിൽ ഞാൻ ഉണ്ടാവും. എടാ തണ്ടി, നീ അമിട്ടും ഗുണ്ടും മാറി മാറി പൊട്ടിക്കുമല്ലേ? ആ പൊട്ടിക്കും. ഗുണ്ടും പടക്കവും മാത്രല്ലടാ, വേണ്ടി വന്ന ചൈനീസ് പടക്കവും പൊട്ടിക്കും. നീ ആരുടേതൊക്കെ ചോദിക്കാൻ? എങ്കിൽ പൊട്ടിക്കണ. DJ Mix. എവിടേക്കാ നോക്കണ കഴിഞ്ഞു. ഓഹോ, കലക്കി പൊളിച്ചെല്ലാരും ഗംഭീരമായിരുന്നു. ഇനി ഓൾഡ് ജൻ മിമിക്രിക്കാരോട് ചോദിക്കട്ടെ, ഇതെങ്ങനെയുണ്ട്? പറയൂ. ഞങ്ങളൊക്കെ ചെയ്ത സംഭവമൊക്കെ തന്നെയാണ് ഇവരിവിടെ ചെയ്തത്. റീമിക്സ് ചെയ്തു നമ്മൾ. സംഭവം പുതിയ കുപ്പിയിൽ ഒഴിച്ചു. ഗംഭീരായിരുന്നു. എന്താ പറയുന്ന, ഈ 5 പേരും പഞ്ചപാണ്ഡവന്മാര് തന്നെ. ഓരോരുത്തരും ഓരോരോ രീതിയിൽ. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ആ സൗണ്ട്, അവന്റെ ബീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഈ 4 പേരുടെ വോയിസ് ഉണ്ടല്ലോ, ആ 4 പേരുടെയും വോയിസിന്റെ മേളിലാണ് ആ സൗണ്ടിന്റെ ബീറ്റ് കിടക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇവർ ഈ ഒരു സംഭവത്തിനകത്ത് ഈ 5 പേരും അവരുടെ കഴിവുകളെ ഇതിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും കൂടുതൽ നമ്മുടെ ശാസ്ത്രജ്ഞൻ പറയുന്നതല്ലേ, ISROയിലെ ശാസ്ത്രജ്ഞൻ പറയുന്നതല്ലേ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള CD ചേർക്കാറുണ്ട്. എന്താ പറയണ്ടേ, ഒരു ഭയങ്കര വിഭവമാണ് നിങ്ങള്. എല്ലാരും ചേർന്ന് നല്ല കൈയടി. തിരിച്ചേട്ടാ. അല്ല, ഇവർക്കുള്ള ഒരു പ്രതികരണം നമ്മൾ കൊച്ചുകുട്ടികളിൽ കാണായിരുന്നു. കാരണം അടുത്ത് വരാൻ പോകുന്ന ജനറേഷനാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ. ഞാൻ അവരെയാണ് ഓഡിയൻസിനാണ് നോക്കിയത്. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ്. നമ്മുടെ ഇവിടെ ഒരു ഡാൻസ് ഗ്രൂപ്പ് വന്നിരുന്നല്ലോ, അതെ, മനസ്സിലായില്ലേ? ആ ഒരു ഗ്രൂപ്പും ഈ ഗ്രൂപ്പും കൂടി ഇനി സിംഗ്രണൈസ് ചെയ്ത് വന്നാലും ഭയങ്കര ഗംഭീരമാവും. കാരണം അവര് വളരെ വലിയ വൈറലായി മാറിയിരിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പും വൈറലാവും, യാതൊരു സംശയമില്ല. കാരണം വെറുതെ ഓരോ ശരിക്കും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. കാരണം വെറുതെ ഒരു അടുത്ത പാട്ട് അങ്ങനെയൊന്നും പറയാതെ ഇവര് അങ്ങ് പ്രസന്റ് ചെയ്യാൻ ഫുൾ പാക്കാണ്. ഒന്നും പറയാനില്ല, അത്ഭുതം. നിങ്ങളുടെ ഈ പേര് പോലെ തന്നെ വളരെ വെറൈറ്റി ആയിരുന്നു. കാരണം ആരുടെ വായെന്നാണ് ആരുടെ മൂക്കിന്നാണ് എന്നൊക്കെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് വീഴുന്നത്, പക്ഷെ ആരും പിടി തന്നില്ല.
പഠിച്ചെടുക്കാൻ വേണ്ടിട്ടേ. പിന്നെ ആ മറ്റേ തായമ്പകയില്ലേ, തായമ്പക മറ്റേ റീമിക്സിൽ കൊണ്ടുവന്നില്ല, അയ്യോ സൂപ്പർ ആയിരുന്നു അത്. അടുത്ത വർഷം മിക്കവാറും എനിക്ക് തൃശ്ശൂർ പൂരത്തിന് നിങ്ങൾ വിളിക്കായിരിക്കും വെറൈറ്റിക്ക് വേണ്ടി. അതെ, ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാള് അടുത്തൊരു സിനിമയിലെ നായകനാണ് കേട്ടോ. വൈഷ്ണവ് അതിന് ആദ്യം നമ്മുടെ മറ്റേ ആഗ്രഹ സഫലീകരണ യന്ത്രത്തിന് ആദ്യം ഒരു അതെ, ടിനിച്ചേട്ടനാണ് ആദ്യം നന്ദി പറയണേ. കാരണം വെച്ചാൽ ഈ ഷോ കഴിഞ്ഞ പിന്നെ ടിനിച്ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചു. ടിനിച്ചേട്ടനാണ് ഫുൾ ഇതിലേക്ക് കിടക്കാൻ വേണ്ടി അവസരം തന്നെ. താങ്ക് യു ടിനിച്ചേട്ടൻ. പിന്നെ വേറൊരാളെ സിനിമയിൽ മാത്രമല്ല ദുബായിൽ വരെ ദത്തെടുത്തിട്ടുണ്ട് ഈ മനുഷ്യനെ. അല്ലാതെ വേറൊരു പരിപാടി കൂടി ബാംഗ്ലൂർ വിളിച്ചില്ല എന്നെ. ബാംഗ്ലൂർ വിളിച്ചായിരുന്നു, ഷാജിയേട്ടൻ വിളിച്ചായിരുന്നു. സിനിമയില്ലേ അല്ല, ഇപ്പോഴും ഓഡിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെയൊക്കെ തെരഞ്ഞെടുക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ കോമഡി ഉത്സവിൽ നിന്ന് നമ്മുടെ ഷിബിൻ എന്ന് പറഞ്ഞിട്ട്, അത് പരീത് ഭണ്ഡാരിയുടെ പ്രൊഡ്യൂസർ ഷൈബിൻ 10 പേരെ കോമഡി ഉത്സവത്തിൽ നിന്ന് കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി ആർക്കൊക്കെയാണ് പറഞ്ഞല്ലോ, ഇവരുടെ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവർക്ക് വേണ്ടി വേദികൾ ഉണ്ടാവണം കേട്ടോ. ഇവർക്ക് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വേദികൾ കാത്തിരിക്കണം. തീർച്ചയായും ഓൾ ദി ബെസ്റ്റ് Blue Jays. Presenting you to the world. Thank you. Thanks a lot, guys. Thank you. East Comedy Utsavam powered by Sunitra Mattress, ShavraMatrimony.com and VStarL. Spot Dubbing. ഇവിടെ സ്പോട്ട് ഡബിംഗ് തുടങ്ങി വെച്ചത് ഒരാളെ വെച്ചിട്ടാണ്, നമ്മുടെ രഘുവിനെ വെച്ചിട്ട്. രഘു, വെൽക്കം ബാക്ക്. ഇവിടെ ഈ സ്പോട്ട് ഡബിംഗ് എന്ന് പറയുന്ന സാധനം ആദ്യം ചെയ്ത് കാണിച്ചെന്നത് രഘുവാണ്. ഇന്ന് എന്താണ് പുതിയത്? ഇന്ന് നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയിലെ ഇന്ദ്രജിത്ത് ഏട്ടനെ ഒന്ന് ഡബ് ചെയ്യാണ്. ഓക്കെ, ഇതിനു വേണ്ടി ഡബ് ചെയ്യാൻ പോകും. ഓക്കെ, അതില് മറ്റേ സീനാണോ, മറ്റേ ആദ്യത്തെ സീനാണോ? ആദ്യത്തെ ലാസ്റ്റ് ഉണ്ട്, ഒരു ക്ലൈമാക്സ് സീനാണ്. തെച്ചിട്ട് പോകുന്ന പെൺകുട്ടികളുടെ കാര്യം അല്ലേ, അനുഭവത്തിൽ നിന്ന് അല്ല? ഓക്കെ, ശരി. അപ്പൊ സ്പോട്ട് അറിയാലോ, അതിന്റെ രണ്ടിനെ നടുക്ക്. ഓക്കെ, നിന്നെ ആദ്യം കണ്ടപ്പം മുതൽ എൻ്റെ അമ്മ പറഞ്ഞാണ് നീ കൊള്ളൂലെന്ന്. കേട്ടില്ല. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അവനെ കാണാനല്ല പോയത്, നിന്നെ കാണാനാ. ചേനൊന്ന് ഇരുത്തി മനസ്സ് വച്ച പെണ്ണേ, ഇരു ചെവി അറിയാൻ നിന്നെ ഇവിടുന്ന് പൊക്കാൻ പറ്റും. ആ സെൽവ കൊള്ളുകൊണ്ടാണ് ഇതിനകത്ത് കയറി പറ്റിയത്. നിന്റെ അവനെ കൊന്ന എന്തിനാണെന്ന് വക്കീലും നമ്മുടെ പിള്ളേരും മാറി മാറി ചോദിച്ചപ്പോ നിന്റെ പേരെനിക്ക് പറയായിരുന്നു. പക്ഷെ അത് ഞാൻ ചെയ്യൂല. അങ്ങനെ ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഉള്ളിലോട്ട് നോക്കാൻ പറ്റൂല. പിന്നെ ഇത്രയും പാടുപെട്ടി ഇത്രയും ഓട്ടമൊക്കെ ഓടി 3-ാം മറയിലെ കമലഹാസനെ പോലും വന്ന് നിന്നെ എന്തിനാണെന്ന് ചോദിച്ചാ, എന്നെ പറ്റിച്ചിട്ടാണ് നീ പോണെന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ച അതെനിക്ക് കുറച്ചില്ല, കേട്ടാ? പോയിട്ട് വാ. ഇങ്ങനെ കാണിച്ചാ പോരെ, ഇങ്ങനെ തന്നെ കാണിക്കും. കാരണം വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു വോയിസ് ഉണ്ട്, വോയിസ് ഷിവർ ചെയ്യുന്നത്. അത് ഇമിറ്റേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ആള് ചെയ്യുന്ന അതേ ഇമ്പാക്റ്റ് നമുക്ക് സ്ക്രീനിൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അത് നിങ്ങൾ തകർത്ത് കളഞ്ഞു. അല്ലെ, സാധാരണ ഈ സ്പോട്ട് ഡബ് ചെയ്യുമ്പോൾ എല്ലാവരും ഒരു ലൗഡർ ആക്ടിങ്ങിന്റെ ഒരു ഭാഗം എടുത്തിട്ട് ഇപ്പൊ നിവിൻ പോളിയുടെ ഒക്കെ ചെയ്ത അങ്ങനെ ലൗഡറാണ്. ഇത് കൺട്രോൾഡ് ആണ്. അത് കറക്റ്റ് മോഡുലേഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഇന്ദ്രന്റെ ഒരു ഉഗ്രം ക്യാരക്ടർ അല്ലേ ഈ വട്ടുജയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. പടം എനിക്ക് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്ന പടം. ഞാൻ മുരളി ഗോപിനെ കണ്ടപ്പോൾ എപ്പോഴും പറയും, ഞാൻ എന്നെ ഹോണ്ട് ചെയ്യുന്ന പടം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണും. ചരിത്രമല്ല ഇതെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സിനിമയായിട്ട് കാണുക. അതെ, എക്സാക്ട്. സിനിമയായിട്ട് കാണുമ്പോൾ നമുക്ക് ഏറ്റവും ത്രില്ല് അടുപ്പിച്ച ഒരു സിനിമയാണത്. അതെ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. അതെ അതെ. ബിജുടാ, ഋതു ഒന്നും പറയാനില്ല, അടിപൊളി. കാരണം നമുക്കൊക്കെ ഡബ് എല്ലാ സിനിമയും നമ്മൾ ഡബ് ചെയ്യണല്ലോ, അപ്പൊ നമുക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അപ്പൊ ഒരു പൊട്ട് പോലും ഒന്ന് ലിപ്പ് അനങ്ങി കഴിഞ്ഞാൽ അതിന് പോലും നിങ്ങൾ ശബ്ദം കൊടുക്കുന്നത് വളരെ മനോഹരമായിരുന്നു. അതും ഇവിടെ നിന്നിട്ട് നമ്മുടെ അരികിൽ തന്നെ നിന്നിട്ട് നമുക്ക് അത്ഭുതമായിരുന്നു. സൂപ്പറായിരുന്നു. സത്യമായിട്ടും. എന്തായാലും ഒരു കാര്യം ചെയ്യാൻ പോകണം അല്ലേ എല്ലാ ആക്ടേഴ്സും ആദ്യം കഷ്ടപ്പെടുന്നത് ഡബ് ചെയ്യാനാണ്. എല്ലാവരും ഹീറോസ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴൊക്കെ അവർ ഡബിംഗ് തിയേറ്ററിൽ കുറെ കഷ്ടപ്പെടാൻ. ഇവരൊക്കെ യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. കാരണം ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, എല്ലാം അറിയാം. ഡബി എവിടെയെന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് ഇവർ ഒറ്റ സ്ട്രെച്ചിനാണ് ഈ ചെയ്യുന്നത്. തീർച്ചയായും. എന്തായാലും ഒരു കാര്യം രഘുവിനൊരു ഉറപ്പ് വരട്ടെ, ഇന്ദ്രനെ വിളിച്ച് പറയാൻ പോകണം ഈ എപ്പിസോഡ് കാണാൻ. അതെ അതെ, ഇന്ദ്രൻ ഇത് കാണണം.
ഇന്ദ്രന്റെ അടുത്ത് പറയാൻ പോണ ഇത് എപ്പിസോഡ് കണ്ടിട്ട് ഇതെന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ രഘുവിനെ വിളിപ്പിക്കാം. ഓക്കെ, എന്തായാലും ഇന്ദ്രന്റെ അടുത്ത് പറയും ഉറപ്പായിട്ടും ഈ സാധനം കാണാനായിട്ട് കേട്ടോ. ഓൾ ദ ബെസ്റ്റ് രഘു, ഗംഭീരമായിട്ട് ചെയ്തു. രഘു എന്തോ പറയാനുണ്ട് അല്ലേ? ഇന്ദ്രചേട്ടൻ മറ്റേ അമറക്കുറ അന്തോണിയിലെ വോയിസ് ഒന്ന് പറയാം. ഓ പിന്നെന്താ, ഷുവർ. ഒരു പെണ്ണിന്റെ കണ്ണീ നോക്കിയാൽ രണ്ടുപേരും ഇങ്ങോട്ട് പാടിലുണ്ടല്ലോ, അവൾ എപ്പോ വീണെന്ന് ചോദിച്ചാൽ മതി. ഈ ചേച്ചീനെയും കൊതിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞാലാ നിനക്ക് ഫീൽ ചെയ്താ അക്കു നീ കഴിക്കണമെന്ന് ഉറപ്പിച്ചാ എങ്കിൽ നിന്റെ മീമർത്തി ഞാൻ എടുത്തോട്ടാ. വേറെ സ്റ്റൈല്, വേറെ മോഡുലേഷനിൽ ഗംഭീരമാണ് കേട്ടോ. ഇത് കീപ് ഇറ്റ് അപ്പ്. ഇതേപോലെ തന്നെ ഇനിയും ഒരുപാട് പരിപാടികളായിട്ട് ഇങ്ങോട്ട് വരണം. ഓൾ ദി ബെസ്റ്റ്. ടേക്ക് കെയർ. ബൈ. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിദ്ര മാട്രസ്, shawaramatremony.com and V-Star-ൽ ഇന്നത്തെ ഉത്സവം നമ്മൾ കൊടിയിറക്കുകയാണ്. 2 ആഴ്ച നീണ്ടുന്ന ഉത്സവമായിരുന്നു. ആ ഉത്സവത്തിന്റെ കൊടിയിറക്കത്തിന് കമ്മിറ്റിക്കാരെ തിരിച്ചു വിളിക്കണ്ടേ? നമ്മുടെ സെക്രട്ടറി ഗിന്നസ് പക്രു, ഒപ്പം ഖജാൻജി ഇപ്പോഴിവിടെ ഓടിയിട്ടില്ല, പൈസ സുരക്ഷിതമായിട്ടുണ്ട്, ബിജുകുട്ടൻ ചേട്ടൻ, ആൻഡ് രക്ഷാധികാരി ടോം. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ഉത്സവം? അല്ല, ഓരോ തവണ ഇവിടെ ഷെഡ്യൂളിൽ ഷൂട്ടിംഗ് വരുമ്പോൾ എനിക്ക് സംശയമാണ് ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു സംശയമാണ്. പക്ഷേ ഓരോ തവണ വരുമ്പോഴും നമ്മുടെ കോണ്ടസ്റ്റൻസും ഇവിടുത്തെ പാർട്ടിസിപ്പൻസും നമ്മളെ ഞെട്ടിക്കുകയാണ്. നമുക്കിനിയിപ്പോൾ ടെൻഷനില്ല, ഇവരിൽ വിശ്വാസമായി. കാരണം വന്നവർ തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുമ്പോൾ അവർ റിപ്പീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് അല്ല കാണിക്കുന്നത്, പുതിയത് കണ്ടുപിടിച്ചാണ് അവർ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും വളരെ കാലം മുന്നിലേക്ക് പോകാന്നുള്ളൊരു ധൈര്യമുണ്ട്. ഉറപ്പായിട്ടും. എന്തായി പക്രു ചേട്ടാ? ശരി, പറഞ്ഞതിൽ നിന്ന് തന്നെ എടുക്കാം. സാധാരണ നമ്മൾ ഐറ്റംസ് ഒക്കെ തീർന്നു കഴിയുമ്പോഴും പ്രോഗ്രാംസ് ഒക്കെ കാണുമ്പോഴും ഇങ്ങനെ വെക്കും. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ ഇതെന്താ സംഭവിക്കുന്നതെന്ന് തോന്നുന്ന തരത്തിൽ അത്ഭുതകരമായിട്ടുള്ള കലാകാരന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന എപ്പിസോഡുകളും ഇതിലും ഗംഭീരമാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ നമ്മളിവിടെ അടിച്ച് പൊളിച്ചിരിക്കും. ഉറപ്പായിട്ടും അടുത്ത ആഴ്ച മറ്റൊരു ഗംഭീര എപ്പിസോഡുമായി നമ്മൾ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തൽക്കാലം ടേക്ക് കെയർ ആൻഡ് ബൈ.